Hi dear children. Height and ഡിസ്റ്റൻസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The angle of elevation of a stationary cloud from a point 25 meter above a lake is 30 degree and the angle of depression of its reflection in the lake is 60 degree. What is the height of the cloud above that lake level? Dear children, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഇതാണ് ലേക്ക്, എ ബി ആണ് അതിന്റെ സർഫേസ്. ഇതാണ് 25 മീറ്റർ എബവ്, അതായത് മുകളിലുള്ള പോയിന്റ് പി. ഇവിടെ നിന്ന് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലൗഡ്. ഈ ഒരു സിയിലോട്ട് ഉള്ള ലൈൻ ഓഫ് സൈറ്റ് ആണിത്. ഇത് ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ലൈൻ ഓഫ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ക്ലൗഡുമായി മേക്ക് ചെയ്യണ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 30 ഡിഗ്രി. ഇവിടെ നിന്ന് നോക്കണ ആള് താഴേക്ക് നോക്കുമ്പോൾ ഈ ക്ലൗഡിന്റെ, സി എന്ന് പറയുന്ന ക്ലൗഡിന്റെ റിഫ്ലക്ഷൻ താഴെ വെള്ളത്തിൽ കാണാം. അത് കാണുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് ഡി. അപ്പൊ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ക്ലൗഡിലേക്ക് മേക്ക് ചെയ്യണ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ താഴേക്ക്, ഇവിടുന്ന് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ മേക്ക് ചെയ്യണ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ലേക്കിന്റെ ലെവലിൽ നിന്ന് ഉള്ള ഈ ക്ലൗഡിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ എച്ച് എന്ന് കൺസിഡർ ചെയ്യണം. അതായത് ഈ ലേക്കിന്റെ മുകളിൽ ഇതിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ അത്രത്തോളം തന്നെ താഴ്ത്തിക്കായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് റിഫ്ലക്ഷനും, അതായത് ഒബ്ജക്റ്റ് ഈ ഒരു ക്ലൗഡിലേക്ക് ഉള്ള ഹൈറ്റും അതിന്റെ റിഫ്ലക്ഷനിലേക്കുള്ള ഈ ഒരു ഹൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എച്ച് ആണെങ്കിൽ ഇതും എച്ച് തന്നെ. ഇനി ഒപ്പം തന്നെ ഈ പി ക്യു എന്ന് പറഞ്ഞത് ഈ ഒരു പോയിന്റ് ഈ ലേക്കിൽ നിന്ന് ഈ ലേക്കിന്റെ സർഫേസിൽ നിന്ന് 25 മീറ്റർ എബവ് ആണെങ്കിൽ ഈ ഒരു ഇവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണത്. ഓക്കെ, ഈ ഇവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ഈ പി ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇ എഫും എന്ത് തന്നെയായിരിക്കും? 25. ഇവിടെ 25 മീറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും 25 മീറ്റർ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്, ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇ പി സി ആണ്. സോ കൺസിഡറിങ് ദ ട്രയാങ്കിൾ ഇ പി സി. ഇവിടത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ടാൻ തീറ്റ. ടാൻ എത്ര ഡിഗ്രി? 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു ടാൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ബേസ് ഇ സി ഡിവൈഡ് ബൈ ബേസ് പി ഇ. ഈ പി ഇനെ നമ്മൾ എക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യണം. പി ഇ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് അറിയില്ല, അതിനെ നമ്മൾ എക്സ് ആക്കി എടുക്കണം. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഇസ് ഈക്വൽ ടു ഇ സി. ഇനി ഈ ഇ സി എന്ന് പറഞ്ഞത് ഒന്ന് നോക്കിയേ. ഈ ഇ സി എന്ന് പറഞ്ഞത്, അതായത് ഇവിടുത്തെ ഈ ഒരു ഹൈറ്റ് എഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ആണ് ഏതിന്? എഫ് ഡിക്ക് ഈക്വൽ ആണ്. അത് ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് ആണ് ഫ്രം ദി ലേക്ക്. ലേക്കിന്റെ ലെവലിൽ നിന്നുള്ള ഈ ക്ലൗഡിന്റെ ഹൈറ്റ് ആണ് ഈ എച്ച്. അതായത് ഇത് മുകളിലേക്കും താഴേക്കും ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ എച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് 25 ആണെങ്കിൽ ഈ ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇ സി എന്ന് പറയുന്നത് എച്ച് മൈനസ് 25 ആവില്ലേ? ഇത് ടോട്ടൽ എച്ച് ആണ്. ഇത് 25 ആണെങ്കിൽ ഇ സി ഷുഡ് ബി എച്ച് മൈനസ് 25. അതേപോലെ തന്നെ ഈ ഒരു ഡെപ്ത് അത് എച്ച് ആണ്. അപ്പോൾ ഇ ഡി എന്തായിരിക്കും? ഇ ഡി എന്തായിരിക്കും? എച്ച് പ്ലസ് 25 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇ സിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എച്ച് മൈനസ് 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഇ നമ്മൾ എന്തായി കൺസിഡർ ചെയ്യുന്നത്? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ പി ഇക്ക് പകരം നമ്മൾ എക്സ് എഴുതി. ഈ എക്സിനെ നമ്മൾ മുകളിലേക്ക് എടുക്കാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു √3 മുകളിലേക്ക് പോകും. സോ √3 ഇൻറ്റു എച്ച് മൈനസ് 25. ഓക്കെ, ഫസ്റ്റ് കിട്ടിയ ഒരു ഇക്വേഷൻ അവിടെ വെച്ചു നമ്മൾ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് പി ഇ ഡി ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പി ഇ ഡി. ഇവിടെ ആംഗിൾ എത്രയാണ്? 60 ആണ്. അവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടാൻ 60 ഡിഗ്രി ആണ്. സോ ടാൻ 60 ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്, അതായത് ഡി ഇ ഡിവൈഡ് ബൈ പി ഇ ബേസ്, അതിന്റെ ബേസ് പി ഇ. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. √3 ഇസ് ഈക്വൽ ടു ഡി ഇ. ഡി ഇ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്, എച്ച് പ്ലസ് 25. ഡി ഇ എന്ന് പറയുന്നത് എച്ച് പ്ലസ് 25. എച്ച് പ്ലസ്
25 ഡിവൈഡ് ബൈ PE ഓൾറെഡി നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എക്സ്. സോ √3 എക്സ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് 25. ഈ √3 നമ്മൾ താഴേക്ക് തന്നെ കൊണ്ടുവരാം. എച്ച് പ്ലസ് 25 ഡിവൈഡ് ബൈ √3. നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് എന്താണ്? എക്സിന്റെ ടേമിലാണ്. എക്സ് എന്ന് പറഞ്ഞാൽ PE ഈസ് ഈക്വൽ ടു ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. √3 ഇൻറ്റു എച്ച് മൈനസ് 25 ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് 25 ഡിവൈഡ് ബൈ √3. നമ്മൾക്ക് ഈ √3 ഇങ്ങോട്ട് കൊണ്ടുവരാം. √3 ഇൻറ്റു √3 3 ഇൻറ്റു എച്ച് മൈനസ് 25 ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് 25. ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം. 3 ഇൻറ്റു എച്ച് 3h മൈനസ് 3 ഇൻറ്റു 25 75 ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് 25. എച്ചുകളെ നമുക്ക് ഒന്നിച്ചാക്കാം, നമ്പറുകളെ അപ്പുറത്തേക്ക് ആക്കാം. സോ 3h, ഈ എച്ചിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. സോ 3h മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി 25 ഉണ്ട്, 25 അവിടെ തന്നെ വെച്ചു. ഈ മൈനസ് 75നെ അപ്പുറത്തേക്ക് ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 75. 3hൽ നിന്ന് ഒരു എച്ച് പോയി കഴിഞ്ഞാൽ 2h ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. സോ h ഇസ് ഈക്വൽ ടു 100. ഈ 2 എവിടേക്ക് പോകും? താഴേക്ക്. ഡിവിഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 50. യൂണിറ്റ് നോക്കാം. നമുക്ക് ഈ ഹൈറ്റ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ഇതും എന്താണ്? മീറ്ററിലാണ്. അപ്പൊ ക്ലൗഡിന്റെ ഹൈറ്റ്, ആ ലേക്കിന്റെ ലെവലിൽ നിന്ന് ഉള്ള ആ ക്ലൗഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി? 50 മീറ്റർ കിട്ടി.